ഹലോ ഗൈസ്, ഇന്നത്തെ ഹോട്ട് ടോപ്പിക് എന്താണെന്നറിയോ? നമ്മുടെ വനിതാ സംവരണ ബില്ലിന്റെ ചർച്ചയാണ്. ഈ ഒരു കാര്യത്തിൽ പ്രതിപക്ഷം പറഞ്ഞു നടക്കുന്നത് അവര് കേന്ദ്രത്തെ തോൽപ്പിച്ചു എന്നാണ്. കേന്ദ്ര സർക്കാർ പറയുന്നത് പ്രതിപക്ഷം ജനങ്ങളെ തോൽപ്പിച്ചു എന്നാണ്. എന്തായാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. ഇതിന് പ്രത്യേകിച്ച് കോറിലേഷൻ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് സിമ്പിൾ ലേമൻസ് ലാംഗ്വേജ്. അതായത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രത്യേക കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു 20 രൂപ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആനുപാതികമായിട്ടുള്ള വ്യത്യാസം വെച്ചിട്ട് ഫ്യൂച്ചറിൽ കിട്ടാനുള്ളത് 13 രൂപയാണ് എന്ന് വിചാരിക്കുക കേട്ടോ. അതായത് ഇപ്പം ഞാൻ 20 രൂപ തരുന്നു, ഫ്യൂച്ചറിൽ 13 രൂപയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ആനുപാതിക വ്യത്യാസത്തിൽ വരേണ്ടത്. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ഇപ്പോഴേ നിങ്ങൾക്ക് ഒരു ആനുകൂല്യമായിട്ട് പറയാണ്, ഓക്കെ വേണ്ട, മറ്റൊരു രീതിയിൽ പരിഷ്കരിക്കുകയാണ്, അത് ഞാൻ നിങ്ങൾക്ക് 30 ആക്കി തരാം, 20 എന്നുള്ളത് 30 ആക്കി തരാം എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് പറയാണ്. അപ്പോൾ നമ്മളെ സംരക്ഷിക്കാൻ എന്ന വ്യാജേന കുറച്ച് ആൾക്കാർ ഇടപെട്ടിട്ട് ഇടങ്കോലിട്ടിട്ട് അതിനെ ഈ 30-നെ ക്യാൻസൽ ചെയ്ത് വേണ്ട, ആ വ്യത്യാസമൊന്നും വേണ്ട, ആനുപാതികമായിട്ട് ഫ്യൂച്ചറിൽ വരാനുള്ളത് തന്നെ മതി എന്നുള്ള രീതിയിലേക്ക് ആക്കുകയാണ്. അതായത് ഇപ്പൊ 20 കിട്ടുന്ന നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ 13 ഇനി കിട്ടാൻ പോകുന്നത്. ഞാൻ 30 ഓഫർ ചെയ്തതാണ്, അതിനെയാണ് ഒരു കൂട്ടം തട്ടിത്തെറിപ്പിച്ചത്. ഇനി നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ഈ പറഞ്ഞ കാര്യവും ഇപ്പൊ സംഭവിച്ച കാര്യവും ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായിപ്പോ ഓൾറെഡി എനിക്കൊരു സംഖ്യച്ചാപ്പ കിട്ടിയിട്ടുണ്ട്. അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കോറിലേഷൻ പറഞ്ഞു തന്നത്. ബുദ്ധിയുള്ളവർ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ ഇടങ്കോലിടുന്ന ആൾക്കാർ പറയുന്ന റീസൺ, നിങ്ങളുടെ ചേട്ടന് അല്ലെങ്കിൽ നിങ്ങളുടെ അനിയന് ഞാൻ നിങ്ങൾക്ക് 30 രൂപയാണ് തരുന്നെങ്കിൽ അനിയൻ അത് 120 രൂപയാക്കി അല്ലെങ്കിൽ 140 രൂപയാക്കി കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് അവരത് ഇടങ്കോലിടുന്നത്. മനസ്സിലായോ? എന്തായാലും അയാൾക്ക് ആനുപാതികമായിട്ടൊരു 140 അല്ലെങ്കിൽ 120 ഭാവിയിലാകും. എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുകയാണ്, ഈ പ്രതിപക്ഷം ഭരണപക്ഷത്തിന് വേണ്ടി നിലകൊള്ളുകയാണോ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണോ അതോ അവർ സ്വയം അറിയാതെ മണ്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടുകയാണോ എന്നാണ് എനിക്ക് അറിയാത്തത്. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇവരുടെ മഹിളാ വിഭാഗം ഡൽഹിയിൽ പോയിട്ട് സമരം നടത്തുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് വനിതാ സംവരണം അനുവദിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. ഇതിനൊക്കെ കോമഡി എന്നാണോ പറയണ്ടേ അതോ നമ്മുടെ രാജ്യത്തിന്റെ മഹാ ട്രാജഡി എന്നാണോ പറയണ്ടേ? ഇതിനെ ഭരണപക്ഷം നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ ഇതിനെ അവരുടേതായ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ജനങ്ങൾ പൊട്ടന്മാരാന്നാണോ ഇവരൊക്കെ വിചാരിക്കുന്നത്? തിരിച്ചറിയേണ്ടവർക്ക് തിരിച്ചറിയുന്നുണ്ട്. പൊട്ടന്മാരില്ല എന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുറെ പൊട്ടന്മാരുണ്ട്. അപ്പൊ പ്രതിപക്ഷം മൊത്തത്തിൽ വടക്കേ ഇന്ത്യയിൽ ലൈഫ് ടൈം തോൽവി സമ്മതിച്ചിരിക്കുകയാണെന്നാണ് ഇതുകൊണ്ട് നമുക്ക് ഇൻഫറൻസ് കിട്ടുന്നത്. നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു പക്ഷേ ഇപ്പൊ ഇതിന്റെ താഴെ വന്ന് തെറി വിളിക്കുമായിരിക്കും. പക്ഷെ രാഷ്ട്രീയം മാറ്റി വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് വളരെ സെൻസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ, മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ? ഇതിൽ രാഷ്ട്രീയം കളിച്ച് ഇങ്ങനെ ചീഞ്ഞു നാറേണ്ട ആവശ്യമുണ്ടോ? രാഷ്ട്രീയ അടിമത്തങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുക. എന്റെ പല ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവർക്ക് ആ ഒരു രാഷ്ട്രീയ അടിമത്താണ്, ഐഡിയോളജിയുടെ അടിമയായി പോകുന്നതാണ് നമ്മുടെ നാടിന്റെ ശാപം. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.